രേണു സുധിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ സമയത്ത് അതുൽ വ്ലോഗ് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പുറത്തുവിട്ടു. ഏതൊരു നഴ്സോ അങ്ങനെ ഒരാളാണ് ഡീറ്റെയിൽസ് പുറത്തുവിട്ടത്. ആ ഒരു ലേഡി അതുലിനെ മാത്രമല്ല വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്, ഷെഫീന താത്തയും വിളിച്ച് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ ഷെഫീന താത്ത ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്നെന്താണ് കൂടുതൽ ഡാറ്റ തരണമെന്ന് ആവശ്യപ്പെട്ടു എന്നും പിന്നെ അവരുടെ മൊബൈൽ നമ്പർ മറ്റുള്ള കാര്യങ്ങളും പുറത്തു വിട്ടു എന്നുള്ള ഒരു കാര്യമൊക്കെ ഇപ്പൊ അതുല് രേണു സുധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞതാണെന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ആ സംഭവം എന്താണെന്ന് അറിയാം. ഞാനത് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഒരുമിച്ചാണ്ട് കേൾക്കാം. അന്ന് ഈ ഷെഫീനായിട്ടൊരു വിഷയം ഉണ്ടായ സമയത്ത് ഷെഫീന എന്നെ വലിച്ച് ഇതിന്റെ അകത്ത് ഇടയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഷെഫീനയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു അവളുടെ ചേച്ചി ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ രേണു അവിടെ ചെക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നു, രേണുവിന് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചു എന്ന് ഷെഫീനയുടെ അടുത്ത് ഒരു പെൺകുട്ടി പറഞ്ഞു. എന്റെ അടുത്തും ഒരു പെൺകുട്ടി പറഞ്ഞു. ഈ പറഞ്ഞ പെൺകുട്ടി ഒന്നാണ് ഏത്, അതായത് ആ പെൺകുട്ടിയുടെ സഹോദരി അവിടെ വർക്ക് ചെയ്യുന്ന നേഴ്സാണ്. അതുകൊണ്ടാണ് അതങ്ങനെ ആ കുട്ടി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതങ്ങനെ നിന്ന് ആ സമയത്ത് ഷെഫീൻ അന്ന് ആ പെൺകുട്ടി ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തു, ഒരുപാട് ഭീഷണിപ്പെടുത്തി. നീ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നില്ല, നിന്റെ ഐഡന്റിറ്റി ഒക്കെ എടുത്ത് ഞാൻ ഇപ്പം അങ്ങ് വീശിക്കളയും, നിന്നെ നാട്ടിക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായിട്ട് ആ പെൺകുട്ടിയോട് അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. എന്നിട്ട് ആ പെൺകുട്ടി ഞാൻ അതായത് അതുൽ വ്ലോഗ്സ് ആയി ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടിയുടെ പറയുന്ന വോയിസ് ഷെഫീനേക്ക് ഫോർവേഡ് ചെയ്തു. ഷെഫീൻ അതെടുത്ത് കണ്ടന്റ് ആക്കി. കണ്ടന്റ് മുഖ്യം ബിഗിലെ ഓക്കെ, കണ്ടന്റ് ആണ്, എല്ലാവരും കണ്ടന്റ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്, ഞാനും കണ്ടന്റ് ആണ് ചെയ്യുന്നത്. പക്ഷേ അവരതെടുത്ത് അന്ന് കണ്ടന്റ് ആക്കി വലിയ വായ്ത്താളമൊക്കെ അടിച്ചിട്ട് അവസാനം എന്നെയും ആ പെൺകുട്ടിയും അടക്കം കൂട്ടിച്ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് നമ്മൾ ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഫേക്ക് സ്റ്റോറിയാണ്, ഞാനും ആ പെൺകുട്ടിയും കൂടി ചേർന്ന് ഷെഫീനെ ട്രാപ്പ് ചെയ്യാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആ പെൺകുട്ടിയും ചേർത്ത് വെച്ചിട്ട് ഒരുപാട് മോശമായിട്ട് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ എന്നെ പറ്റി ചിന്തിക്കേണ്ട. അന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോ, ഐഡന്റിറ്റി, അക്കൗണ്ട് അടക്കം എടുത്ത് വെളിപ്പെടുത്തി, എന്തിന് ഫോൺ നമ്പർ അടക്കം എടുത്ത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് എന്നെയും ആ പെൺകുട്ടിയെ വെച്ച് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് ഒരു ലൈഫുണ്ട്. ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയല്ല, ആ പെൺകുട്ടിക്ക് ഇനി ഒരു ലൈഫുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടി കല്യാണം കഴിഞ്ഞൊരു കുട്ടി ആയിരുന്നെങ്കിൽ, അവളുടെ ഭർത്താവൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ സ്വന്തം കാര്യം സ്വാർത്ഥ താല്പര്യം, അതിന്റെ ഇടയിൽ മറ്റുള്ളവരെ എങ്ങനെ വലിച്ചിടണമെന്ന് പോലും നിങ്ങൾ ചിന്തിക്കത്തില്ല. അന്തവും കുന്തവും ഇല്ലാണ്ട് തോന്നിവാസം വായി തോന്നുന്ന വിളിച്ച് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്ന കുറെ വിഡ്ഢികളായിട്ടുള്ള ജനങ്ങൾ. ഞാനതും ഇപ്പോഴേ ഞാൻ പറയത്തുള്ളൂ, ഇപ്പോഴും അതേ ഞാൻ പറയത്തുള്ളൂ. അത്രയും കുറെ വിവരദോഷികളുണ്ട്. ഓക്കെ, അന്ന് ആ പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ച് പോലും ചിന്തിക്കാണ്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറെ പേക്കുത്തുകൾ. നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അറിഞ്ഞ കാര്യം നിങ്ങളുടെ എന്റെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് നമ്മളടുത്ത് രണ്ടുപേരെടുത്ത് വന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പകരം ചെയ്തത് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനും നിങ്ങളുടെ ജയത്തിനും വേണ്ടിയിട്ട് ആ പെൺകുട്ടിയും എന്നെയും വെച്ച് കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അത്രയും വൃത്തികെട്ട ഒരു മെന്റാലിറ്റി ഉള്ള ഒരു വൃത്തികെട്ട സ്ത്രീയാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കാനില്ല. എന്തായാലും ഇപ്പോൾ രേണു വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന് ശേഷം ആ പെൺകുട്ടി നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ കേസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് മോളെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കും, സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എന്തെങ്കിലും അയക്കാൻ പറഞ്ഞു. ആ പെൺകുട്ടി അതുപോലെ എനിക്കെടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അയച്ച മെസ്സേജ്, നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പ് ബാക്കി കിടപ്പുണ്ടെങ്കിൽ ഇതിനൊരു റിപ്ലൈ കൊടുക്കും കേട്ടാ. കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ ഞാൻ ആ മെസ്സേജ് ഒന്ന് വായിക്കാം. പെൺകുട്ടി ഈ കിളവിക്ക് അയച്ച മെസ്സേജ്. ഇപ്പൊ എന്തായി, എന്നെ എന്തെല്ലാം സത്യം അറിയാതെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വായി തോന്നിയാസങ്ങൾ വിളിച്ച് പറഞ്ഞ് സ്വന്തം ജയത്തിന് വേണ്ടി എന്ത് തന്തയിലായ്മ വിളിച്ച് പറയുന്ന നിങ്ങൾക്ക് ആ കൊച്ചു ചോദിച്ചതിനുള്ള ഉത്തരം കൊടുക്കാൻ പറ്റുമോ? കഷ്ടം. ഇങ്ങനെ നാറ് ജീവിച്ചിട്ട് എന്നാത്തിനാ? ഓക്കെ, എന്നെയും അതുൽ വ്ലോഗ്സിനെയും ചേർത്ത് വരെ പറഞ്ഞില്ലേ, എനിക്ക് ക്യാൻസർ വരുമെന്ന് വരെ പറഞ്ഞില്ലേ. അതായത് ഈ കുട്ടിക്ക് അടക്കം ക്യാൻസർ വരുമെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സ്ത്രീയാണ് അവർ. പിന്നെ എന്നെയും വെച്ച് ചേർത്ത് പറഞ്ഞു. എന്റെ ലൈഫ് ഇവിടെ, എനിക്ക് കോപ്പ്, എനിക്കിതൊക്കെ കേട്ട ആനമയിലൊട്ടാൻ അത് വിട്. പക്ഷെ ആ പെൺകുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് ഓർക്കാമായിരുന്നു. എന്നെ പറ്റിയിട്ട് നിങ്ങൾ ഇതല്ല ഇതിന്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാം. ഇല്ലാത്ത പെണ്ണുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി പറയും, അതെനിക്ക് വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. ഉള്ള പെണ്ണുകൾക്കാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, എന്നെ എന്തൊക്കെയോ ഏജന്റ് ആക്കി, ഇപ്പോൾ എല്ലാം തെളിഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് അതിന്റെ സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടി, കഷ്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ആ തളച്ചിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഉളുപ്പില്ലാണ്ട്, മീൻസ് കുറച്ച് ഉളുപ്പുകൊണ്ട് ജീവിക്കാൻ നോക്കി കേട്ടാ. എനിക്ക് ഷെഫീനെ അടുത്താണ് പറയാനുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അന്ന് ആ പെൺകുട്ടിയുടെ ലൈഫിനെ പറ്റി എങ്കിലും ചിന്തിക്കാമായിരുന്നു. പിന്നെ രേണുവിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയതാണ്, ഞാനത് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വായ്ത്താളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞ സമയത്ത് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ രേണുവിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ഡൗട്ടായിരുന്നു, ഇത് ഫേക്ക് ആയിരിക്കും. പിന്നെ ഞാൻ അന്വേഷിച്ചു, ചെങ്ങന്നൂർ പോയപ്പോൾ ഞാൻ ആ വഴിക്ക് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് കൺഫേം ആയി അതുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പകരം നിങ്ങൾ വലിച്ചിട്ട് നിങ്ങൾ പണയടിക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും രേണുവിന് എത്രയും പെട്ടെന്ന് അസുഖം സുഖമാവട്ടെ. അസുഖം സുഖമായിട്ട് വേണം പഴയതുപോലെ റീൽസ് ഒക്കെ റിയാക്ട് ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ട് അടിപൊളിയായിട്ട് ലൈഫിൽ തിരിച്ചു വരാൻ നോക്കും. വന്നിട്ട് ഈ അൽക്കുലത്ത് വീഡിയോകളൊന്നും ചെയ്യാണ്ട് മാന്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്ത് മാന്യമായിട്ട് എന്തെങ്കിലും ആൽബങ്ങളൊക്കെ അഭിനയിച്ച് മാന്യമായിട്ട് ജീവിക്കാൻ നോക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ ഷെഫീന താത്ത ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടില്ല, അതിലെവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഈ ബ്ലാക്ക് മെയിലിംഗ് മറ്റുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ ഏതെങ്കിലും ഒരു വ്യക്തി തരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ സോഴ്സ് വേണം, തെളിവ് വേണം. അതൊക്കെ ഇല്ലാതെ നമുക്ക് റിയാക്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പല സംഭവങ്ങളും നമ്മുടെ കയ്യിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് റിയാക്ട് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് ചോദിക്കുമ്പോഴത്തേനും തെളിവ് തരാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവുകേട് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. റിയാക്ട് എന്നല്ല, നമുക്കത് പുറത്തുവിടാൻ പറ്റില്ല. കുറെ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാവും, അതെങ്ങനെ പുറത്തുവിടും?
കൃത്യമായ എവിഡൻസ് വേണ്ടേ? അപ്പൊ ഈ വിഷയത്തിൽ ആ പെൺകുട്ടിയോട് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അതുല്. മിക്കവാറും ഷെഫീന താത്ത അതിനൊരു മറുപടി തരും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. ആരാണ് ബെറ്റർ, അതുലാണോ അല്ലെങ്കിൽ ഷെഫീന ബീവിയാണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ആളുകളാണ് കേട്ടോ. രണ്ടാളും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. പക്ഷെ ഷെഫീന താത്ത മുന്നേ പിന്നെ നോക്കൂല, എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് കേസുകളും അതുമായി ബന്ധപ്പെട്ടുണ്ട് അവർക്ക് വന്നിട്ടുണ്ട്. അവർ തന്നെ അത് തുറന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. തെളിവില്ലാതെ പറയുന്ന ആ ഒരു കൂട്ടത്തിലല്ല ഷെഫീന താത്ത. അതുകൊണ്ട് തന്നെ അവർ തെളിവ് ഏത് രീതിയിലാണ് ചോദിച്ചത് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും പുറത്തുവിട്ട് പറയുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയാണെന്ന് പറയുന്നത്, അതൊക്കെ എനിക്ക് അത്രക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.